വൃദ്ധരായ മാതാപിതാക്കളെ ഭാരമായി കാണുന്നു. അവരോടുള്ള സ്നേഹവും കാരുണ്യമെല്ലാം നിഷേധിച്ചുകൊണ്ട് വൃദ്ധസദനങ്ങളുടെ ചുമരുകൾക്കിടയിൽ അവരെ തളച്ചിടുന്നതുമാണ് വർത്തമാനത്തെ കാലത്തെ സംസ്കാരം. എന്നാൽ ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നതിൽ മാതാപിതാക്കളുള്ള അയാളുടെ നിലപാടും കൂടി പരിഗണിക്കുമെന്നാണ് എന്ന സന്ദേശമാണ് ഇസ്ലാം. സൃഷ്ടാവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ പിന്നെ കടപ്പെട്ടിരിക്കുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് തന്നെയാണ്. അവരിൽ മാതാപിതാക്കളിൽ ഒരാളോ രണ്ടുപേരോ നിങ്ങളുടെ അടുത്ത് വന്ന് വാർദ്ധക്യം പ്രാപിക്കുമ്പോൾ അവരോട് നിങ്ങൾ ഛേ എന്ന് വാക്ക് പറയുകയോ അവരോട് കയർത്ത് സംസാരിക്കുകയോ അരുത്. അവരോട് മാന്യമായി വാക്ക് പറയുക. കാരുണ്യത്തോടുകൂടി എളിമയുടെ ചെറുക് നിങ്ങൾ അവർക്ക് രണ്ടുപേർക്കും താഴ്ത്തിക്കൊടുക്കുക. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ എന്നെ എങ്ങനെ പോറ്റി വളർത്തിയോ അതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 23-ാമത്തെ സൂക്തം നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ വിഷമവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ആരും വിഷമിക്കേണ്ട. മാതാപിതാക്കൾ നമ്മളോട് പരിഗണിച്ചിട്ടില്ല, അവഗണിച്ചിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, അത് അള്ളാഹുവിന് സമർപ്പിക്കുക. അള്ളാഹു അവരോട് കണക്ക് ചോദിച്ചോളും. നമുക്ക് അവരോട് കണക്ക് ചോദിക്കാൻ ഒരു നിയമവും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല.